തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലൂടെയുള്ള യാത്ര തുടരുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ പുളിയറയ്ക്ക് സമീപം ഭഗവതിപുരം എന്ന് പറയുന്നൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. ഇവിടെ ഞാറ് നടന്ന ജോലികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിരൽത്തുമ്പിലേക്ക് നോക്കി കേട്ടോ, വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ചെറിയൊരു വിടവാണ്. അതിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട റൂട്ട് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കേരളം, താഴെ തമിഴ്നാട്. ഇവിടെ ട്രാക്ടർ വെച്ച് പൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കാള കൊണ്ടും പൂട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാറ് നടുന്നത്. ഇങ്ങനെ ഒരു കെട്ട് കയ്യിലെടുക്കും. പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം കണ്ടോ, ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ്. അതിൽ നിന്ന് കുറേശ്ശെ ഇത്ര എടുക്കും കേട്ടോ. അതെടുത്ത് ഇങ്ങനെ ചെളിയിലേക്ക് ഇങ്ങനെ താത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. തമിഴ് കൊഞ്ചം പുരിയും. നിങ്ങൾക്ക് മലയാളം അറിയുമോ? അറിയാം. കാളേനെ വെച്ച് നെല്ലും ഉഴുന്ന കേട്ടോ. ഇത് കണ്ടം പൂട്ടിയിട്ട് ഞവരി എന്ന് പറയും. ഞവരി വെച്ചിട്ട് അത് ലെവൽ ചെയ്യുന്നതാണ്. ചെളിയും വെള്ളവും എല്ലാം അവിടെ ചേർത്തിട്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോയ കാഴ്ചയാണ്. ഇങ്ങനെ പിടിച്ചാൽ മതിയോ? ഇനി എന്താ ചെയ്യണ്ടേ? എൻ്റെ അമ്മേ, കാള വലിച്ചോണ്ട് പോവാ. പിടിച്ചോ അണ്ണ, പിടിച്ചോ. എൻ്റെ പൊന്നോ, കാള ഒരു രക്ഷയില്ലാട്ടോ. കാള പവർ എന്നെ ഇപ്പം മറിച്ചിട്ടേനെ. നിസ്സാരപ്പെട്ട പണിയൊന്നുമില്ല, വെറുതെ അറിയാൻ മേലാത്ത ജോലിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അണ്ണൻ വിളിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. ആ കാള പൂട്ടാന്ന് പറഞ്ഞ് വിളിച്ചാണ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാം നല്ല സഹകരിക്കുന്ന ആളുകളാണേ എല്ലാവരും കേട്ടോ. ഈ കാലിലെ ചെളി മൊത്തം ഇനി കഴുകി കളയണം. ഏത് ജോലിക്കും വേണ്ടത് എക്സ്പീരിയൻസ് അല്ലേ. ചുമ്മാ പഠിക്കാതെ വന്നിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ. പിടിവിട്ട് പോയാനേട്ടോ. അറിയാൻ മേലാത്ത പണിക്ക് നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ ഒരു മരം നിറയെ നെല്ലിക്ക കാഴ്ച കിടക്കുന്നുണ്ട്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അരിനെല്ലിക്ക. നല്ല സുത്തമാന തണ്ണി വരുന്നുണ്ട്. അപ്പോൾ കാല് കഴുകാം. ഇതൊക്കെ കാറ്റടിക്കുമ്പോഴത്തേക്കും ആ ഞാറുകളൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഒന്നും കഴിക്കാതെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ വിശക്കൊന്നുമുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ സുന്ദരപാണ്ഡിപുരത്തു നിന്നാണ് നേരെ ഇങ്ങ് വന്നത്. ചെങ്കോട്ട വന്ന് അങ്ങനെ ഇങ്ങ് പോരുവാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അരിനെല്ലിക്കയുടെ മരം. നോക്കേ എന്തോരമാണ് കാഴ്ച കിടക്കുന്നതെന്ന് നോക്കേ. അപ്പോൾ അതിൻ്റെ മേളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് പറിച്ചിടാം. ഞാൻ അവിടെ ചോദിച്ചു എത്ര വെള്ളം പറിച്ചോളാൻ പറഞ്ഞേ. അപ്പോൾ വണ്ടി ഉണ്ടല്ലോ, ഏതായാലും വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അച്ചാറിടാൻ ബെസ്റ്റായിരിക്കും. വീണ് കഴിഞ്ഞാൽ കൈയും കാലും ഒടിയുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അടിപൊളി കണ്ടോ. ഇനി മേളിലേക്ക് കയറാം, പക്ഷേ ഇവിടെ നിന്നാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. ഇതാണ് സംഭവം. നെല്ലിക്ക പോലെ അല്ല കേട്ടോ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ. ഇരുമ്പൻ പുളിയില്ലേ, ഇരുമ്പൻ പുള്ളിയുടെ ഒരു ടേസ്റ്റാണ്. അത്രയും പുളിയില്ല, കൊള്ളാം. അതിൻ്റെ ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് വേണ്ടി. ഇത് അച്ചാറിന് അടിപൊളി സാധനമാണ്. ഒരബദ്ധം കാണിച്ച് ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നു. പക്ഷേ ഈ സാധനം പറിക്കാനായിട്ടൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പം ഇതെങ്ങനെ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ വീണ്ടും കയറി കേട്ടോ, ബാഗ് എടുത്തോണ്ട്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇതിവിടെ തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും കാണാം ഇങ്ങനെ ഇത് പറിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് വിൽക്കണം. ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് തരും. ചുമ്മാ കിട്ടണമല്ലോ അല്ലേ. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കി എന്തോരം പൈസ ഉണ്ടാക്കാം. ഇനി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ചുമ്മാ കഴിക്കാൻ പറ്റും കേട്ടോ, അടിപൊളിയാണ്. ചെറിയൊരു പുളിയൊക്കെ ഉള്ളൂ. ഇതിവിടെ ചെറിയൊരു കടയുണ്ടേ. ഒക്കെ എടുത്തോ, കൊഞ്ചം എടുത്തോ. വേണ്ട, നിങ്ങൾക്ക് വേണ്ട. ഇതാരും ഇത് പറിക്കുകയില്ല. വിൽക്കാനല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുപോയി വിൽക്കുമെന്ന് പറഞ്ഞേ. നല്ല കാശുണ്ടാക്കാം അത് പറിച്ചു കഴിഞ്ഞാൽ. ഇവിടുന്ന് എടുക്കൂല്ലേ? എടുക്കും. നിങ്ങൾക്ക് എന്നാ ഇருக்கு സാപ്പിടാൻ? പഴം. സാപ്പാട് ഇருக்கு. സാപ്പാടില്ല. എங்கே கிடைக்கும் സാപ്പാട്? പുളിയറയാ? അപ്പം ഉണ്ടോ? മാവ് ഇருக்கு. ശരി ശരി. അച്ചാറിടാൻ നല്ലതാ. நல்லா இருக்கு അല്ലേ? നിങ്ങൾ ഇടുവാ, അച്ചാറിടുവാ? ഇത് ഒരേ ഒരു മരം താ നിങ്ങൾ വേറെ എടുക്കാം. ഇത് ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. പാട്ടി ഇത് കടവുള്ള ഇതാരാ ഇത്?
സൊല്ലമാടൻ ഒരു ചെറിയൊരു ഗ്രാമമാണ്. അങ്ങനെ അധികം വീടുകളൊന്നുമില്ല. പിന്നെ നോക്കി ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, എന്താ പറയുക, ഒരു കലാബോധം ഇല്ലാതെയാണ് ഈ വീടുകളൊക്കെ പണിയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പെട്ടി പോലെ. ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നാട്ടിലിങ്ങനെയുള്ള വീടുകളൊക്കെ പണിയുമല്ലേ, നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി നല്ല വീടുകളൊക്കെ പണിയാനല്ലേ നോക്കുന്നത്. അതുപോലെ ചെറിയ വീടുകൾ, തകര ഷീറ്റ് മേഞ്ഞേക്കുന്ന അങ്ങനെയുള്ള ചെറിയ വീടുകളുമുണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കണ്ടില്ലേ, ഈ ഗ്രാമത്തിലേക്കുള്ള കുടിവെള്ളം സപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ വീട് കാണാം, നല്ല ഭംഗിയുണ്ട് ആ വീട് കാണാൻ. നോക്കി ഓടൊക്കെ മേഞ്ഞ് ഉള്ള വീട്. അപ്പോൾ ഇവിടെ കാണാൻ വളരെ ഭംഗിയുള്ളൊരു കെട്ടിടമുണ്ടേ. ഇതൊരു ചായക്കടയാണ്. അപ്പോൾ ഈ അണ്ണൻ നടത്തുന്ന ചായക്കട അല്ലേ? എൻ്റെ പേരെന്താ? എൻ്റെ പേര് ഗണേശൻ. ആ, ഇവിടെ ഇപ്പം ഉണ്ടോ, ഫുഡുണ്ടോ? ഇപ്പോൾ ചായ മാത്രമേ ഉള്ളൂ? അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലേ. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? അതെയോ? ആ, പറഞ്ഞ എത്ര വയസ്സായി? ആ, 15 മുന്നേ ഉണ്ടല്ലേ. ആ പഴയ ഓടി മേഞ്ഞ ഒരു പഴയ കെട്ടിടമാണ്. ഇനി അത് അമ്പലമാണോ? എന്താ അത്? ആ, ഇതല്ലേ? ആ, നാഗദൈവമാണ് ഇത്. കുടുംബകോവിലാണ്. കുടുംബകോവിലാണ് അല്ലേ? ആ, ഇതല്ലേ ചായക്കട. രാവിലെ എപ്പോൾ തുറക്കും? 5 മണിക്ക്. 5 മണിക്ക് ഇവിടെ വരുമോ? 4 മണിക്ക് തുറങ്ങി 5 മണിക്ക് ചായ റെഡിയാവും. അതെ അല്ലേ? ആ, ഇവിടെ ഈ പുറത്തുനിന്ന് വരും? അതോ ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ അല്ലേ? എവിടെ താമസിക്കുന്നത്? എവിടെയാ വീട്? ആ, ഇത് വീട്. ആ ആ ആ ആ ആ, വിറകിലുള്ള പാചകമാണല്ലേ? ഇത് എൻ്റെ വൈഫ്. ആ ആ, പേരെന്നാ? ആ, രണ്ടുപേരും കൂടെ നടത്തുന്നതല്ലേ? ആ, മലയാളം അറിയോ? കൊഞ്ചം കൊഞ്ചം അറിയാം. ആ, അപ്പോൾ ഇവിടെ ഒരു ബെഞ്ച്, ഒരു ബെഞ്ച്, പഴയൊരു ബെഞ്ചാണ്. ആ, നല്ല ഹൈറ്റ് ഉണ്ട്. ആ, കണ്ടോ, അതിനൊരു സപ്പോർട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ കമ്പൊക്കെ വെച്ച് നിർത്തിയേക്കുവാണ്. ഇതൊക്കെ ഈ ചായക്കട തുടങ്ങുമ്പോൾ ഉള്ളതാണോ? പഴയത്? അതെ അല്ലേ? ആ ആ, ഇത് അച്ഛൻ തുടങ്ങിയതാണോ? ആ ആ, അപ്പോൾ ഒത്തിരി വർഷം അല്ലേ? ഒത്തിരി വർഷമായി. ആ, ഇവിടെ ഈ ടിന്നിൽ പലഹാരങ്ങളൊക്കെ, ദിൽകുഷ്, ബണ്ണ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ. ആ, ഇവിടെ എന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ആ, അതെല്ലാ ദിവസവും ഉണ്ടാക്കുമോ? ഇന്നില്ല. ആ, പോയിട്ടില്ല അല്ലേ? കുടുംബമുള്ള എടപ്പാളയം പൊള്ളൂറുണ്ട്. പൊള്ളൂരൊക്കെ ഉണ്ടോ? ഫാമിലി ഉണ്ട്? പാലക്കാടുണ്ട്. പാലക്കാടുണ്ട്. ആ, പത്തനംതിട്ട. അതെയോ? കേരളത്തിലെ പത്തനംതിട്ട. ആ, ബോർഡറിലായതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം മലയാളം അറിയാം. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് അവിടെ പോയി. ആ, എല്ലാവരും അങ്ങനെ. ആ, ഏണിക്കര നമ്മുടെ ചേച്ചി ഉണ്ട്, പാട്ട് കച്ചേരി രാജേശ്വരി. പാട്ട് കച്ചേരിയൊക്കെ നടത്തുന്നത് അതെവിടെയാ? ഏണിക്കര. ആ, ഏണിക്കര എന്ന് പറഞ്ഞാൽ തമ്പാനൂർക്ക് இந்த பக்கம் ഒരു 3 കിലോമീറ്റർ. അതെ. ആ ആ ആ, പാട്ട് തമിഴ്നാട്ടിലാ വരും. അപ്പോൾ ആ ചായക്കടയോട് ചേർന്നതേ നമുക്ക് ഭഗവതിപുരത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാം. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കണ്ടോ, ചെറിയ പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാതയിൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഭഗവതിപുരം റെയിൽവേ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പഴയ ഒരു തമിഴ് സിനിമ. അപ്പോൾ ഈ ഭഗവതിപുരം ഗ്രാമം എന്ന് പറയുന്നത് മലയടിവാരത്തിൻ്റെ താഴെയായിട്ടുള്ളൊരു കൊച്ചു ഗ്രാമമാണ്. ഈ കാഴ്ച നോക്കേ. അപ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് തന്നെയാണ് ഈ ഭഗവതിപുരം ഗ്രാമത്തിന് ഇത്രയധികം ഭംഗി തോന്നാനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ കൃഷി ഇറക്കുന്ന ടൈമാണ്, വിതച്ച് കഴിഞ്ഞ് ഞാറ് നടുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പച്ചപ്പൊക്കെ ചിലയിടത്ത് കാണാം. ആ ഞാറൊക്കെ നട്ടേക്കുന്നുണ്ടല്ലേ, അവിടുന്ന് ഇനി പറിച്ചിട്ട് ഈ കണ്ടത്തിൽ നടും. അങ്ങനെ ഭഗവതിപുരം ഗ്രാമത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ കാലാവസ്ഥ, നമ്മൾ ആദ്യം തെങ്കാശിയിൽ വരുമ്പോൾ എന്ത് മഴയായിരുന്നല്ലോ 2 ആഴ്ച മുന്നേ. അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് തമിഴ്നാടിൻ്റെ യഥാർത്ഥ സ്വഭാവം എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പൻപൊലി എന്ന ഗ്രാമത്തിലേക്കാണ്. ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിൽ റൂട്ടിൽ ആണ് നമുക്കിനി പോകേണ്ടത് കേട്ടോ. അപ്പോൾ അച്ചൻകോവിൽ റൂട്ടിൽ പോകുമ്പോഴാണ് പൻപൊലി എന്ന ഗ്രാമമുള്ളത്. അങ്ങനെ പൻപൊലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിലേക്ക് പോകുന്ന മെയിൻ വഴിയാണ്. നമ്മൾ 2 ആഴ്ച മുന്നേ തെങ്കാശി ഭാഗത്ത് വന്നപ്പം ഈ പൻപൊലി വഴിയായിരുന്നു മേക്കരെ ഗ്രാമത്തിലേക്ക് പോയത്. അപ്പോൾ ഇവിടുന്ന് 22 കിലോമീറ്ററാണ് അച്ചൻകോവിലേക്കുള്ളത്. മേക്കരെ ഗ്രാമത്തിലേക്ക് ഏകദേശം 5 കിലോമീറ്ററും. അപ്പോൾ മേക്കരെ ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ അധികം താമസിക്കാതെ നമ്മുടെ കേരളത്തിലേക്ക് കയറുമല്ലോ. അപ്പോൾ ഈ പൻപൊലിയും ഏകദേശം നമ്മുടെ കേരളമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു കൊട്ടും ബഹളമൊക്കെ കേട്ടോ. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ആഘോഷം നടക്കുന്നതാണേ. അപ്പോൾ കല്യാണ ചെറുക്കനാണോ പെണ്ണിനാണോ വധുവരന്മാർക്ക് പോകാനായിട്ടുള്ളൊരു വണ്ടിയാണ് അലങ്കരിച്ച് നിർത്തിയേക്കുന്നത്. മാലയൊക്കെ ഇട്ട്
ഇവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇവരുടെയാണ് കല്യാണം. വമ്പൻ ആഘോഷമാണ്. ഇത് പടക്കമൊക്കെ പൊട്ടിച്ച് ചെണ്ടമേളങ്ങൾ. അപ്പോൾ അത് കല്യാണമാണെന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. അത് എൻഗേജ്മെൻ്റ് ആയിരുന്നേ. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഇത്ര ഗ്രാൻഡായിട്ടാണ് നടത്തുന്നതെങ്കിൽ കല്യാണം എങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവർ മണ്ഡപത്തിലാണെന്ന് പറഞ്ഞിട്ടോ. പിന്നെ മണ്ഡപത്തിലൊക്കെ ഈ വിളിക്കാത്ത ഫംഗ്ഷന് കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ പോയാലും മേക്കരയ്ക്കാണ്, അതായത് അച്ചൻകോവിൽ റൂട്ടിൽ. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന്, ഇതൊരു 3 കൂടി ജംഗ്ഷനാണ്, ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരുമലൈ കോവിൽ പോകുന്ന വഴിയിലേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മളിനി പോകുന്ന തിരുമലൈ കോവിലിലേക്കാണ്. ഈ തെങ്കാശി ജില്ലയിലെ വളരെ പ്രസിദ്ധമായ തിരുമലൈ കോവിൽ, തിരുമലൈ മുരുകൻ കോവിൽ. അപ്പോൾ പൻപൊലിയിൽ നിന്ന് 3 കിലോമീറ്ററാണ് തിരുമലൈ കോവിലിലേക്കുള്ളത്. നമ്മൾ മേക്കരെ ഗ്രാമത്തിൽ പോയപ്പം വീഡിയോ ചെയ്യാനായിട്ട് പോയപ്പം ദൂരെ നിന്ന് കാണിച്ചു തന്നായിരുന്നല്ലോ തിരുമലൈ കോവിൽ. മുന്നിലായിട്ട് നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് കാണാം. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെയായിട്ട് കണ്ടോ, ഇവിടുന്ന് കാണാം നമുക്ക് തിരുമലൈ കോവിൽ. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ താഴെ ചെറിയൊരു മല, ചെറിയ മലയൊന്നുമല്ല കേട്ടോ, അത് ഏകദേശം 400 മീറ്റർ ഹൈറ്റിലുള്ള ഒരു പാറയാണ്. കണ്ടു കഴിഞ്ഞാൽ പഴനിമലയൊക്കെ പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് അമ്പലമുള്ളത്. നോക്കി ഇവിടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ പാറയുടെ മുകളിലേക്കാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ വരെ വണ്ടി കൊണ്ടുപോകാം. 2 മാർഗം സ്വീകരിച്ച് ആ അമ്പലത്തിലേക്ക് എത്താം. 625ഓളം സ്റ്റെപ്പുകളുണ്ട്, കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറി എത്താം. പിന്നെ നമുക്ക് വഴിയുണ്ട് മുകളിൽ വണ്ടി കൊണ്ടുപോകാനായിട്ട്. ഇവിടെ താഴെ 1-2 അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും മേളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ മാറി നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് മേളിൽ നിൽക്കാൻ നല്ല രസമായിരിക്കും. ആ മലയുടെ മേളിൽ ഈ അമ്പലത്തിന് താഴെയായിട്ട് ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു ആർച്ചൊക്കെ ആണ് കേട്ടോ. ഇവിടുന്നാണ് ആ സ്റ്റെപ്പുകൾ ആരംഭിക്കുന്നത്. ഇവിടുന്ന് കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് മേളിലേക്കുള്ളത്. 625 സ്റ്റെപ്പുകൾ കയറി വേണം പോകാൻ. എന്തായാലും നമ്മൾ വണ്ടിയിൽ വന്ന സ്ഥിതിക്ക് വണ്ടി കൊണ്ട് പോവാം. ഇവിടുന്ന് പാസ്സൊക്കെ എടുക്കണമെന്ന് തോന്നണമല്ലോ. അപ്പോൾ മേളിലേക്ക് വാഹനം കൊണ്ടുപോകണത് 50 രൂപയ്ക്ക് പാസ് എടുക്കണം. മേളിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓഹോ, അടിപൊളി കാഴ്ചകൾ. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് കയറി നടന്നു പോകാറുണ്ട് മേളിലേക്ക്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ഒക്കെ ഉണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണേ. അപ്പോൾ അതൊക്കെ വെയിലൊക്കെ ഒന്ന് താഴ്ന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല സുഖമായിരിക്കും വെയിൽ നിൽക്കാൻ. നല്ലൊരു ടൈമിലാണ് എന്തായാലും എത്തിയേക്കുന്നത്. കണ്ടില്ല, നല്ല ബ്ലൂ സ്കൈ. ഇവിടെ ഒത്തിരി പേര് വരുന്നതാണേ. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു ക്ഷേത്രമാണ് തിരുമലൈ മുരുകൻ കോവിൽ. മുരുകൻ്റെ അമ്പലമാണ് മേളിലുള്ളത്. അതുകൊണ്ട് ഈ പാറയൊക്കെ ഇങ്ങനെ മൊത്തം പൊട്ടിച്ചാണ് ഈ വഴി ഉണ്ടാക്കിയത് മേളിലേക്ക്. ഓ, അന്യായ വ്യൂ ആട്ടോ ഇപ്പം തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം മേളിൽ നിന്നുള്ള കാഴ്ച എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് കേട്ടോ. വലിയ വാഹനങ്ങളൊക്കെ മേളിലേക്ക് വരും. എൻ്റെ പൊന്നെ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഭയാനകം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളെ പറത്തിക്കൊണ്ട് പോകും. ഇപ്പോൾ ഓർക്കുവാണ് ഈ സ്റ്റെപ്പ് കയറി മേളിലേക്ക് വരാറുണ്ടല്ലേ. എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നോക്കി എൻ്റെ പൊന്നോ, എന്നാണ് പറയേണ്ടത്. തെങ്കാശി ഇല്ല ഏതാണ്ട് മൊത്തമായിട്ടും കാണേണ്ട രീതിയിലാണ് കേട്ടോ. കണ്ടോ, ഓ എത്രമാത്രം വിൻഡ് മിൽസുകളാണെന്ന് നോക്കി. എൻ്റെ പൊന്നു, തെങ്കാശി ഇല്ലയിലുള്ളത്. അതിൻ്റെ ബൃഹത്തായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും വലിയ രീതിയിലുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിൻഡ് മിൽസുകളൊക്കെ കൊണ്ട് ഇവിടെ സ്ഥാപിക്കാതിരിക്കുമോ? അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ മലകളും പാറകളൊക്കെ നമുക്ക് കാണാം. താഴെ കാണുന്ന ആ പാറയില്ലേ, ആ പാറയിൽ ഇവിടെ പുഷ്പ മൂവി, അല്ലു അർജുൻ്റെ പുഷ്പ മൂവിയിലെ കുറേ രംഗങ്ങളൊക്കെ ഈ അമ്പലത്തിൽ വെച്ചിട്ടും അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാറയിലൊരു സീനുണ്ട്. ആ പാറ വെച്ചിട്ട് RX-ൻ്റെ വെച്ചിട്ട് ആ പാട്ടിൻ്റെ സീനില്ലേ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അത് ആ പാറയുടെ മേളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ചൂടാണെന്നുണ്ടെങ്കിലേ അതൊട്ടും അറിയില്ല കേട്ടോ. ഇങ്ങനെ ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ. പിന്നെ അത് നടക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കന്യാകുമാരിയിലൊക്കെ ചെല്ലും, വിവേകാനന്ദപ്പാറയിൽ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് വെള്ള കളറിൽ. കാരണം എത്ര വെയിലാണെന്നുണ്ടെങ്കിൽ ഈ പാറ എത്ര പൊള്ളി കിടക്കുകയാണെന്നുണ്ടെങ്കിലും ചൂടടിക്കില്ല. അപ്പോൾ ഒരു പ്രത്യേകതരം പെയിൻ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തെങ്കാശിയിൽ വന്നപ്പം മേക്കരെ ഗ്രാമത്തിൽ ചെന്ന് മേക്കരെ ഗ്രാമത്തിൽ നിന്ന് ഈ കോവിൽ കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പം മേക്കരെ ഗ്രാമമാണത്. ആ ഒരു ഭാഗത്ത് കാണാം കേട്ടോ, പാടശേഖരങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മേക്കരെ ഗ്രാമത്തിലെ
അണക്കെട്ട്, അടവിനയനാർ അണക്കെട്ട് ഇവിടുന്ന് കാണാം. കണ്ടോ? അതുപോലെ അച്ചൻകോവിലൊക്കെ ഇത് ആ ഒരു ഭാഗത്തായിട്ട് വരും. നമ്മുടെ കേരളമാണ് അതിൻ്റെ അപ്പുറം. അതാണ് പറഞ്ഞത്, കേരളത്തിൻ്റെ ഏകദേശം അതിർത്തിയോട് ചേർന്നാണ് ഈ ഒരു സ്ഥലമുള്ളതെന്ന്. പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കോവിലിങ്ങനെ നോക്കി കാണാനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. കല്ല് വെച്ച് കെട്ടിയാണ് അതിൻ്റെ മതിലുകളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നിരവധി കൊത്തുപണികളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൽ കാണാം. അതുപോലെ മുരുകൻ്റെ വേല് കാണാം. അതിങ്ങനെ രാത്രിയിൽ പ്രകാശിക്കും കേട്ടോ. അപ്പോൾ ആ ഗോപുരം മാത്രമാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ളതൊക്കെ ആ കല്ല് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ കോവിലിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഇതിൻ്റെ മുൻപിലായിട്ട് 2 മയിലുകളെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. മുരുകൻ്റെ വാഹനമാണല്ലോ മയില്. മയിലിനെ കൊത്തിയെടുത്തിട്ട് അതിങ്ങനെ പോളിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അതിങ്ങനെ 2 വശങ്ങളിലും ആയിട്ടുണ്ടേ, തുല്യ അളവിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോവിലിൻ്റെ മുൻവശം ഇതാണ് കേട്ടോ. ഞാൻ ആ മയിലൊക്കെയുള്ള അതാണെന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഇതാണ് ശരിക്കും. ഇതിപ്പോൾ ഇവിടെ അകത്ത് പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇവിടെ വലിയൊരു മണിയുണ്ട്. ഇതിവിടെ മേളിലേക്ക് കയറുന്നതിൻ്റെ ഈ പടവുകളുടെ 2 വശങ്ങളിലായിട്ട് 2 ആനകൾ കല്ലിൽ കൊത്തിയെടുത്തേക്കുന്ന 2 ഗജവീരന്മാരുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് മേളിലേക്ക് പോകാം. ഈ സ്റ്റെപ്പുകളിലൊക്കെ ആ പെയിൻ്റ് അടിച്ചിട്ടുണ്ടേ, ചൂടൊക്കെ ആയിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വന്നതിൽ നല്ലൊരു ശതമാനം പേര് മലയാളികളും ഉണ്ട് കേട്ടോ. മലയാളികൾ ഒത്തിരി പേര് വരുന്ന, അത്രയും അറിയപ്പെടുന്ന പ്രശസ്തമായ, തെങ്കാശി ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു കോവിലാണ് തിരുമലൈ മുരുകൻ കോവിൽ. അപ്പോൾ ഇവിടുന്നും അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് അകത്തേക്ക് എൻട്രി ഇല്ല. ആ മുൻവശത്തു നിന്ന് മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നട തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ ധാരാളം പേരെ നമുക്ക് അകത്ത് കാണാം. അപ്പം ഞാനെന്തായാലും അകത്തേക്ക് തൽക്കാലം പോകുന്നില്ല, ഈ ക്യാമറയൊക്കെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ. ഇവിടെ ഈ പുറത്ത് നിൽക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമുണ്ടോ. കാരണം ഈ കാറ്റ് ഇങ്ങനെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേക്കരെ ഗ്രാമത്തിൽ പോയപ്പം ഞാൻ ഈ കോവിൽ കാണിച്ചു തന്നായിരുന്നല്ലോ. അപ്പോൾ അന്ന് വരെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെ വരണമെന്ന്. അപ്പോൾ അന്ന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു യാത്രയിൽ വരാത്തത്. എന്തായാലും ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും വരും കേട്ടോ. തെങ്കാശിയിൽ വരുന്നവർ എന്തായാലും ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ടൈമിങ്. അപ്പോൾ രാവിലെ വരുക അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വരുക. രാത്രിയൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും. 8 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് സമീപമായിട്ട് ഈ പാറയുടെ മുകളിൽ ഒരു കുളമൊക്കെയാണ് കേട്ടോ. വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിലെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായിരിക്കും അതിൻ്റെ ഒരു രഹസ്യം? തൊട്ടിലുകളൊക്കെ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നതൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് നേർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്, കൽപ്രതിഷ്ഠകളൊക്കെ കാണാം. അതുപോലെ നാഗപ്രതിഷ്ഠകളൊക്കെയാണ് ഈ കാണുന്നത്. കാറ്റിൽ ആടിക്കളിക്കുന്ന ആലിലകൾ, ഒരു കൂറ്റൻ ആൽവൃക്ഷമാണ്. ഈ ആൽവൃക്ഷത്തിൽ നോക്കി ഇങ്ങനെ ചരടുകളൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്, മഞ്ഞൾ കെട്ടി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഓരോ നേർച്ചയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ണം എൻ്റെ പൊന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിന് സമീപമായിട്ടൊരു കടയുണ്ട് കേട്ടോ. ഇവിടെ ഈ പൂജാ സാധനങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ മധുരം ഒക്കെ വിൽക്കുന്നതാണ്. ഇവിടെ ലഡു ഉണ്ട് പലതരത്തിലുള്ള. ഇതാണ് ഇവിടുത്തെ പേര് കേട്ട ലഡു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാട്ടുചക്കരയിൽ അല്ലേ, നാട്ടുചക്കര നെയ്യും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ലഡുവാണ്. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിന് എவ்வளോ? 100 രൂപ. 5 എണ്ണത്തിന് 100 രൂപ അല്ലേ. ഇത് ലൂസായിട്ട് കൊടുക്കും അതേ പാക്കറ്റാ? അതെ, അത് ലൂസായിട്ടും കൊടുക്കും. ഒരെണ്ണത്തിന് 20 രൂപ അല്ലേ, 20 രൂപ. പിന്നെ സാധാ ലഡു ഉണ്ട്, നമ്മുടെ മഞ്ഞ ലഡു ഉണ്ട്. ഇതിന് 10 രൂപ ഉള്ളൂ. ഈ നാട്ടുചക്കര ലഡുവിന് 20 രൂപ. പിന്നെ പാക്കറ്റിലുള്ള എന്താ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്നാ അത്? ഇതാണ് ഇവിടുത്തെ പ്രസാദം കോവിലിലെ പഞ്ചാമൃതമാണേ. മുരുകൻ്റെ കോവിലല്ലേ, നമ്മൾ പഴനിമലയിലൊക്കെ കിട്ടുന്ന പോലെ പഞ്ചാമൃതം. പിന്നെ അതിരസമുണ്ട്, അതിരസം എന്ന് പറയും ഇതിന്. ഇത് മധുരമുള്ളതാണ്. ഇതിന് 20 രൂപ, 2 എണ്ണത്തിന് 20 രൂപ. പിന്നെ മുരുകൻ്റെയൊക്കെ ഫോട്ടോസ് കാണാം, മാലകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുവിടുന്നത്. അപ്പോൾ ആ കോവിലെത്താനായിട്ട് താഴേന്ന് ആ കോവിലിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ 2 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഞാനത് താഴെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. മേളിൽ വെച്ച് ആ ബസ് കണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് മേളിൽ പോവാം. 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഈ പ്രായമായിട്ടുള്ളവരും അതുപോലെ ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, വാഹനത്തിലൊന്നും അല്ല വരുന്നെങ്കിൽ ബസ്സിൽ കയറി മേളിൽ പോകാം കേട്ടോ. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ തിരുമലൈ മുരുകൻ കോവിലിൻ്റെ താഴ്വാരത്തായിട്ട് ഇവിടെ 2 ക്ഷേത്രങ്ങൾ കൂടി നമുക്ക് കാണാം കേട്ടോ. ഈ കാണുന്നത് ഇതൊരു ഗണപതി ക്ഷേത്രമാണ്.
അതുപോലെ തന്നെ ദേ അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ, അത് അമ്മൻ കോവിലാണെന്നാണ് പറഞ്ഞത്. പിന്നെ ദേ ഇവിടെ പുരാതന നിർമ്മിതി എന്ന് തോന്നിക്കുന്ന വിധത്തിലൊരു ഒരു നിർമ്മിതിയാണ്. അതെന്താണെന്ന് ഞാനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പണ്ട് കാലത്ത് ഇവിടെ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഈ പശുക്കളെയൊക്കെ കെട്ടുന്നതിന് എന്താണ് പറയുന്ന ഗോശാല അല്ലേ, അതായിരുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ തിരുമലൈ മുരുകൻ കോവിലൊക്കെ പുരാതന കാലത്ത് നിർമ്മിച്ചതാണ്. ഇവിടെ ഒരു വാതിലൊക്കെ ഉണ്ട്, തടിയിൽ കൊത്തിയെടുത്തേക്കുന്നത്, പുഷ്പങ്ങളൊക്കെ നമുക്ക് കാണാം. വാതിലൊക്കെ അടച്ചിട്ടേക്കുകയാണ്. ഈ ജനൽ വഴി ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? അവിടെ കൽത്തൂണുകളൊക്കെ കാണാം. ഇതെന്തായിരുന്നു, സത്രം വല്ലതുമായിരുന്നു? വൈക്കോലൊക്കെ അകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഇതാണോ ഗോശാല എന്ന് പറയുന്നത്? ഇതാ അങ്ങനെ ഉണ്ട് കേട്ടോ, നീണ്ടു കിടക്കുന്നുണ്ട്. മിക്കവാറും അവിടെ ആയിരിക്കില്ലേ പശുക്കളെ കെട്ടിയിരുന്നത്. പക്ഷേ ഇപ്പം പശുക്കളെയൊന്നും കെട്ടുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇങ്ങനെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്, ഉള്ളിലൊന്നും തന്നെ ഇല്ല കേട്ടോ, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ കണ്ടോ, മയിലിൻ്റെ പുറത്തിരിക്കുന്ന മുരുകനാണ്, മുരുകൻ്റെ ശില്പമാണ്. ആ മയിലിൻ്റെ കഴുത്തൊന്നുമില്ല കേട്ടോ, അതൊക്കെ പോയിട്ടുണ്ട് പഴക്കം ചെന്നിട്ട്. അതുപോലെ ഇരുവശങ്ങളിലുമായിട്ട് 2 പശുക്കളും ഉണ്ട്. അപ്പോൾ മിക്കവാറും ഗോശാല തന്നെ ആയിരിക്കും അല്ലേ. അതിൻ്റെ വെളിയിലൊക്കെ കുറേ പശുക്കളുണ്ടല്ലോ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പശുക്കളൊക്കെ പുറത്താണ് കെട്ടിയിരിക്കുന്നത്. ഇതാ ഗോശാലയുടെ പിൻവശമാണേ. കണ്ടോ, ഇവിടെ ഒരു മണ്ഡപമൊക്കെ നമുക്ക് കാണാം. അതിൽ വൈക്കോലൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഈ ഗ്രാമത്തിൽ ഇവർ വളർത്തുന്ന പശുവിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. അല്ലാതെ നിലവിൽ ഇതിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ. അകത്തൊന്നുമില്ല, മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് കണ്ടോ. അപ്പോൾ പണ്ടത്തെ കാലത്തെ ഗോശാല എന്ന് പറഞ്ഞത്. ഇവിടെ കുറേ പേരെടുത്ത് ചോദിച്ചു നോക്കി, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. മാടിനെ കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. മിക്കവാറും ആ കോവിലിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒത്തിരി പശുക്കളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, അതൊക്കെ ഏറാൻ പോലും പറ്റില്ല കേട്ടോ. ഈ ഗേറ്റ് തുറന്നാൽ പോലും അതുപോലെയാണ് വള്ളിപ്പടർപ്പുകളും കാടും ഒക്കെ കയറി കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ തമിഴ്നാട് യാത്ര തുടരുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.